ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിലെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളെ കാണുന്ന ബ്രേക്ക് വാട്ടർ, അതായത് ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ ഇനി വേണ്ടി വരുന്ന ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് അസെൻഷൻ, ഈ 3 വർക്കുകളുമാണ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ 2-3 ഡീറ്റെയിൽ അപ്ഡേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആ വേരിയേഷൻ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. അതായത് ഡീറ്റെയിൽ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറയിൽ വീഡിയോയിലൂടെ തന്നെ വർക്കിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വർക്കിൻ്റെ മെഷർമെൻറ്റ്, എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്നറിയാൻ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ മെഷർമെൻറ്റ് നോക്കുന്നുണ്ട്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ പോർട്ടിലെ പ്രധാന വർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് അസെൻഷൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ഒരു പുതിയൊരാൾ വന്നാലും ആദ്യമായി വീഡിയോ കാണുന്ന ആളായാലും നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ വന്ന് നോക്കിയാലും വളരെ ഫാസ്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ 3 വർക്കുകൾ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് അസെൻഷൻ തന്നെയാണ്. പോർട്ടിൽ ധാരാളം വർക്കുകൾ, ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെയും പല വർക്കുകളും 2028 കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എളുപ്പം മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ 3 വർക്കുകളും പ്രധാനപ്പെട്ട വർക്കുകളുമാണ്. പക്ഷേ എളുപ്പം മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ബെർത്തിൻ്റെ സൈഡിലെ വർക്കാണ്. ബെർത്ത് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ ധാരാളം ഹെവി എക്യുപ്മെൻറ്റ്സ് ഫിറ്റ് ചെയ്യുന്ന വർക്കിംഗ് സ്റ്റാഫുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബെർത്ത് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടുണ്ടായിരുന്നു. ആ വർക്കുകൾ അവിടെ നടക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ആഴ്ചയിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ബെർത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്ററാണ് നീളമുള്ളത്. ഇനി 2028 കൂടി ഈ നീളം എക്സ്റ്റെൻഡ് ചെയ്ത് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്കാണ് ടോട്ടൽ ബെർത്തിൻ്റെ നീളം ആയി മാറുന്നത്. അതിനു വേണ്ടിയുള്ള ഹെവി മെഷീൻസും ഹെവി എക്യുപ്മെൻസുമാണ് അവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. ധാരാളം വർക്ക് സ്റ്റാഫ് ബെർത്തിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഡേ നൈറ്റുകളാണ് ഈ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ എടുക്കാൻ പോയ സമയത്ത് പോർട്ടിൻ്റെ സൈഡിൽ തന്നെ, അതായത് പോർട്ടിൻ്റെ ലിങ്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ധാരാളം ഹെവി എക്യുപ്മെൻറ്റ്സ്, സീ ചാനൽ ഉൾപ്പെടെയുള്ള ഹെവി എക്യുപ്മെൻറ്റ്സുമായിട്ട് ലോറികൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ഈ നിറത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെർത്തിൻ്റെ ആയിരിക്കാം. കാരണം കഴിഞ്ഞ അപ്ഡേഷൻ കണ്ടവർക്കറിയാം ധാരാളം ഹെവി എക്യുപ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റഡ് ഉള്ള വണ്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതല്ല, ഇതുമാതിരിയുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയായിരുന്നു. അത് ഈ സീ ചാനൽ ഉൾപ്പെടെയുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതെല്ലാം നമ്മുടെ ഈ ബെർത്തിൻ്റെ വർക്കിന് ആവശ്യമുള്ള തന്നെയായിരിക്കാം. അതെല്ലാം നിലവിൽ ഓരോ ഘട്ടമാകുമ്പോഴത്തേക്കും പോർട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബെർത്തിൻ്റെ വർക്ക് സ്റ്റാറ്റസാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെവി എക്യുപ്മെൻറ്റ്സും ഹെവി ക്രെയിനുകളും ഉപയോഗിച്ച് ഓരോ ഹെവി മെറ്റലും അസംബിൾ ചെയ്യുകയാണ്, ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബെർത്തിൻ്റെ സൈഡിൽ ഏകദേശം 20-25 മീറ്ററോടത്തോളം ആഴമുണ്ട്. കാരണം 17 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലുകളും വളരെ ഈസി ആയിട്ട് നമ്മുടെ പോർട്ടിൽ വന്ന് ബെർത്ത് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, കാരണം 17 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലിന് എനിക്കൊന്ന് ക്ലിയറൻസ് ഒരു 2-3 മീറ്റർ വേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മീറ്ററിൽ കൂടുതൽ ആഴം നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിൽ, അതിൽ കൂടുതൽ തന്നെ ആഴം ഉള്ളു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം പില്ലറിനൊക്കെ പോകുന്ന സമയത്ത് അത്രത്തോളം ആഴത്തിലായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അതിനു വേണ്ടിയുള്ള ഹെവി ഹൈഡ്രോളിക് മെഷീൻസ് ആയിരിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനായി സാധിക്കുന്നത്. നല്ലൊരു സൂമിങ്ങിലാണ് ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട 3 വർക്കിൽ ഒരു വർക്കാണ് നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ വർക്കിൽ. ഇപ്പോൾ MSCയുടെ ഒരു കപ്പലും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ കപ്പലുകൾ വന്നു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ വർക്കുകളെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. MSC അലൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കപ്പൽ ഇപ്പോൾ ടെർമിനൽ 2-ലുള്ളതായിട്ട് കാണാൻ സാധിക്കും. ടെർമിനൽ 1-ലും കപ്പലുണ്ട്. 2 കപ്പൽ ഒരേ സമയം ബെർത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം കണ്ടെയ്നറുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. STS ക്രെയിനുകൾ ഉപയോഗിച്ച് 8 STS ക്രെയിനാണ് ഈ 800 മീറ്റർ നീളമുള്ള ഈ പറയുന്ന ബെർത്തിലുള്ളത് തന്നെ. അപ്പോൾ ആ STS ക്രെയിനുകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്നു കാണാൻ സാധിക്കും. അങ്ങനെ എടുത്തു പറയാൻ കാരണം വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയാക്കിയ നമ്മുടെ പോർട്ട് 1 വർഷം പൂർത്തിയാക്കിയപ്പോൾ മില്യൺസ് ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റാണ്
നമ്മുടെ പോർട്ടിലൂടെ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗത്തേക്കും കണ്ടെയ്നർ കയറ്റുമതി നടത്തിയിട്ടുള്ളത്. അങ്ങനൊരു പോർട്ടിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബെർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്നും 2028 ആകുമ്പോൾ 2000 മീറ്ററിലേക്ക് വർദ്ധിക്കുമ്പോൾ അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ ധാരാളം കപ്പലുകൾക്ക് ഒരേ സമയം ബെർത്തിങ് മൂറിങ് നടത്തി കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് നടത്താനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ധാരാളം ഈ പറയുന്ന ഹെവി ട്രെയിലറുകൾ നമ്മുടെ പോർട്ടിൽ നിന്നും മീൻസ് ഈ പറയുന്ന ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും യാർഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. 80% കണ്ടെയ്നറിൽ 90% കണ്ടെയ്നറുകളും MSCയുടെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. MSCയുടെ കപ്പലുകൾ തന്നെയാണ് ധാരാളം വരുന്നത്. അപ്പോൾ അങ്ങനെ പലരും മെസ്സേജിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, MSCയുടെ കപ്പലുകൾ മാത്രമാണ് ധാരാളമായി വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSC ഒരു വർഷത്തേക്ക് തന്നെ നമ്മുടെ ഈ പറയുന്ന ബെർത്ത് പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായി സാധിക്കും. എന്നാൽ വേറെയും കമ്പനികൾ ഈ പറയുന്ന വല്ലപ്പോഴുമൊക്കെ കപ്പലുകൾ വരുന്നുണ്ട്. പക്ഷെ ബെർത്തിൻ്റെ നീളം എക്സ്റ്റെൻഡ് ആകുമ്പോൾ 2028 നമ്മുടെ ബെർത്തിൻ്റെ നീളം ഏകദേശം 2000 മീറ്റർ ആകുമ്പോൾ ലോകത്തിലെ വൻനിര കപ്പൽ കമ്പനികൾ തന്നെ നമ്മുടെ പോർട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വന്നേ പറ്റൂ. കാരണം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും ലോകത്തിൽ തന്നെ ഏറ്റവും അടുത്തുള്ള പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ധാരാളം കപ്പൽ കമ്പനികൾ നമ്മുടെ പോർട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിലുള്ള യാർഡ് പൊസിഷൻ നമുക്ക് കാണാനായി സാധിക്കും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ കണ്ടെയ്നർ അടുക്കി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത എക്സ്റ്റൻഷൻ കഴിഞ്ഞ് 2028 ആകുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷൻ ഏകദേശം 80 ഹെക്ടർ ലാൻഡാണ് നമ്മൾ യാർഡ് സെക്ഷന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കണ്ടെയ്നർ ഹൈറ്റ് ഒരു കണ്ടെയ്നർ ഹൈറ്റ് കൂടി മാറിക്കഴിഞ്ഞാൽ ഏകദേശം 30% അഡീഷണൽ കണ്ടെയ്നർ വെക്കാനായി സാധിക്കും. ഇപ്പോൾ 50 ഇപ്പം നമ്മൾ ഈ കാണുന്ന 5 കണ്ടെയ്നർ ഹൈറ്റ് ആണെങ്കിൽ ഒരു കണ്ടെയ്നറിന് മാറിക്കഴിഞ്ഞാൽ നിലവിലെ കപ്പാസിറ്റിയിൽ നിന്നും ഒരു 30% കൂടി കപ്പാസിറ്റി കൂടുതൽ കിട്ടും. ഇപ്പോൾ നിലവിലുള്ള ക്രെയിനുകൾക്ക് ആ ഒരു കപ്പാസിറ്റി ഒരു കണ്ടെയ്നർ ഹൈറ്റ് കൂടി എത്തിക്കാൻ സാധിക്കും എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. നിലവിൽ 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് നിലവിൽ കണ്ടെയ്നർ അടിക്കിയിട്ടുള്ള 6 കണ്ടെയ്നർ ഇപ്പോൾ കയറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും 2028 ആകുമ്പോൾ അത് 6 കണ്ടെയ്നർ ഹൈറ്റ് ആകും എന്നും അറിയാനായി സാധിക്കുന്നു. വ്യത്യസ്തമായ ധാരാളം കണ്ടെയ്നറുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നു. ടാങ്കർ രൂപത്തിലുള്ള ധാരാളം കണ്ടെയ്നറിലൊക്കെ വന്നു പോകുന്നു കാണാൻ സാധിക്കും. കാരണം ഇന്ത്യയിലെ തന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമല്ല ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമാണ് നമ്മുടെ പോർട്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഹെവി റോക്ക്, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഹെവി റോക്ക് കാണാൻ സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ യാർഡിൻ്റെ പോർഷനായിട്ട് വരും. കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പല ഭാഗത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് വേറൊരു വ്യൂ ആംഗിളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം സ്റ്റോൺ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ. ഇതെല്ലാം പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റ് ചെയ്ത് മാറ്റും. ആ വർക്കുകൾ തൊട്ട് താഴെ തന്നെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന കടലിലേക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോൺ ഡംപ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതാ ഇങ്ങനെ ഡംപ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് ഡീറ്റെയിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാനായി സാധിച്ചു കേട്ടോ. ഈ ഇത്രയും നീളത്തിനാണ് ഇങ്ങനെ ഡംപ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഹെവി സ്റ്റോണുകളാണ്, പക്ഷേ വളരെ ദൂരം നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-8 മീറ്ററോളം ഹൈറ്റ് കാണും എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ നിലവിൽ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം വീതി എന്ന് പറയുന്നത് നമ്മൾ സാറ്റലൈറ്റ് വ്യൂ എന്നും ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് സാറ്റലൈറ്റ് വ്യൂ എന്നുള്ളത്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൽ തന്നെ ഏകദേശം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 30 മീറ്ററോളം ഉണ്ട്. കാരണം സെൻട്രലിലൂടെയുള്ള ഒരു 10 മീറ്റർ വീതിയുള്ള റോഡും 2 സൈഡും 10 മീറ്റർ അങ്ങനെ 30 മീറ്ററോളം വീതിയുണ്ട്. നീളം ഏകദേശം നമ്മൾ അന്ന് നോക്കിയപ്പോൾ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയപ്പോൾ ഏകദേശം 200-210 മീറ്റർ ആണെന്ന് തോന്നുന്നു ടോട്ടൽ നീളം വരുന്നത്. കാരണം ഈ കരയിൽ നിന്ന് കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് റോഡ് മാർഗം ഇങ്ങനെ പോയിട്ടുള്ളത് തന്നെ 200 മീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഡേ നൈറ്റ് തന്നെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നു. കാരണം ഈ ഭാഗത്തെല്ലാം നല്ല ആഴമുള്ള പ്ലേസ് തന്നെയാണ്. 20 മീറ്ററോളം ആഴമുള്ള സ്ഥലത്താണ് ഇത്രത്തോളം സ്റ്റോൺ ഇട്ട് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം എത്താനായി സാധിച്ചു. അപ്പോൾ വളരെ ഫാസ്റ്റ് ഡേ നൈറ്റ് വർക്ക് നടക്കുന്നെന്ന് തീർച്ചയായിട്ടും ഇതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇങ്ങനെ എൻഡ് പോർഷനിൽ ഒരു ഹെവി എസ്കവേറ്റർ കാണാനായി സാധിക്കും. ലോറികളിൽ എത്തുന്ന സ്റ്റോൺ ഈ എസ്കവേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഈ എൻഡ് ഓൺ ഡംപിങ്, അതായത് നിലവിൽ ഈ പറഞ്ഞ പൊസിഷനിലെല്ലാം ജമ്പിങ് നടത്തുന്നത് കണ്ടോ. ഇതാണ് എൻഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് എൻഡ് പോർഷൻ. ലോറിയിലെ ഡംപ് ചെയ്തിട്ട് എസ്കവേറ്ററിൻ്റെ സഹായത്തോടെ ഇത് ലെവൽ ചെയ്തിടുന്ന വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ലോറി വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത്. ഇപ്പോൾ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം നീളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 മീറ്ററിൽ കൂടുതൽ 200, 210, 220 മീറ്ററാണ്
അത്രത്തോളം കരയിൽ നിന്നും കടലിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രത്തോളം ഡംപിങ് നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഞാൻ സൂം ഔട്ട് കണ്ടത്. ഇത്രയും നമ്മൾ വളരെ ദൂരം ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ മെഷർമെൻറ്റ് 200 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു നീളമുണ്ട്, മെഷർമെൻറ്റ് മനസ്സിലാകാൻ സാധിച്ചത്. പക്ഷേ ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. നമുക്ക് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ തീർച്ചയായിട്ടും മെഷർമെൻറ്റ് വളരെ പെർഫെക്റ്റായിട്ട്, ചെറിയൊരു വേരിയേഷൻ വരും, എന്നാലും വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായി സാധിക്കും. ഇതൊരു ഹെവി എക്സ്കവേറ്റർ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ എക്സ്കവേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ സ്റ്റോണ് ഇങ്ങനെ ലെവലാക്കി റോഡ് പോലെ ആക്കിയിട്ടാണ് ഇതിങ്ങനെ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ ഉപയോഗിച്ച് നികത്തി ഏകദേശം 80 ഹെക്ടർ ഭൂമിയാണ് നമുക്ക് ഇനി കടൽ നികത്തി എടുക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ പോർട്ടിൻ്റെ പല വർക്ക് നടക്കുന്ന സമയത്തും നമ്മുടെ ബ്രേക്ക് വാട്ടറായാലും ബെർത്തായാലും ഈ യാർഡ് ഭാഗമായിട്ട് ആരെയും ഒഴിപ്പിച്ചോ അല്ലെ വീടോ ഒഴിപ്പിച്ചിവിടെയുണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള വർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം പൂർണ്ണമായും കടൽ നികത്തിയാണ് നമ്മളത് എടുക്കുന്നത്, ഡിക്ലെയിൻ ചെയ്ത് എടുക്കുന്ന കാരണം നമുക്ക് വേറെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഈ സ്റ്റോണ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ബ്ലാസ്റ്റ് ചെയ്ത് നീക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ യാർഡ് വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ട ബെർത്തിൻ്റെ പോർഷനിലെ വർക്കുകൾ നടന്നു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല വളരെ ദൂരമായിട്ട് STS ക്രെയിൻ്റെ ഭൂമി പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാനായി സാധിക്കും. ഇനി നമുക്ക് പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ ഇനിയും ആവശ്യമായി വരുന്നൊരു വർക്കാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ. ഏകദേശം 20 മുതൽ 25 മീറ്റർ വരെയാണ് ആഴം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിൻ്റെ പല ഭാഗത്തും ആഴം വളരെ കൂടുതൽ തന്നെയാണ്. ആ ആഴത്തിലേക്കാണ് നമ്മുടെ സ്റ്റോൺ ഡംപ് ചെയ്യാൻ പോകുന്നത്. 2 രീതിയിലാണ് ഡംപിങ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മറൈൻ ഡംപിങ് നടക്കുന്നുണ്ട് റോഡിലൂടെ. അതായത് നമ്മുടെ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമത്. ആ റോഡിലൂടെ ലോറികളിലെത്തി ഡംപിങ് നടക്കുന്നുണ്ട്. ആ ലോറികളിലെത്തി ഡംപിങ് നടക്കുന്ന ആ സ്റ്റോണ് ഈ പറയുന്ന ലെവൽ ചെയ്തിടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഹെവി എക്സ്കവേറ്റർ ഉള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ലോറി വരുവാണെങ്കിൽ, അതാ വരുന്നുണ്ട്, വന്ന് പറഞ്ഞില്ല, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവിടെ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്നത്. കാരണം നല്ലൊരു കാറ്റുണ്ട്. ഇപ്പോൾ കടലിൻ്റെ ഏകദേശം നമ്മൾ കരയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഏകദേശം 500-600 മീറ്റർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിന് വെളിയിലാണ്ട് നമ്മൾ കരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ലെന്ത്, അതായത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഈ പറയുന്ന ഹെവി എക്സ്കവേറ്ററിൻ്റെ ബ്രേക്ക് വാട്ടർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററെങ്കിലും ഡിസ്റ്റൻസ് കാണും. അത്രത്തോളം കടലിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡംപിങ് നടക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് ഡംപിങ് നടത്തുന്നത്. ഹെവി എക്സ്കവേറ്ററിൻ്റെ സഹായത്തോടെ വളരെ സാവധാനവും സൂക്ഷ്മതയോടെയും തന്നെ ഹെവി സ്റ്റോണാണ് ഈ ലോറികളിലെ ഡംപിങ് നടത്തുന്നത്. നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വളരെ സാവധാനം ലോറി എത്തിയതിന് ശേഷം, ഇത് ഡേ നൈറ്റാണ് ഈ വർക്കുകൾ, പോർട്ടിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്ന ഡേ നൈറ്റാണ്. അത് വളരെ 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 സാവധാനമാണ്. ഹെവി സ്റ്റോണുകൾ തന്നെയാണ് കണ്ടോ ഇങ്ങനെ ഡംപ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതിന് മുന്നേ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഹൈറ്റ് ഏകദേശം 8-9 മീറ്ററോളം 8 മീറ്ററോളം ഏകദേശം ഹൈറ്റ് കാണും. അവിടെയാണ് ഈ ലോറികൾ ഡംപ് ചെയ്യുന്നതെങ്കിലും ഈ പറയുന്ന കടലിൻ്റെ പുറത്ത് കാണുന്ന അതേ പൊസിഷൻ വരെ ഡംപിങ് നടക്കുന്നത് മറൈൻ ഡംപിങ് ഉപയോഗിച്ചാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഈ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ സ്റ്റോൺ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്ന ജോലികളും അവിടെ നടക്കുന്നുണ്ട്. 1-2 ഹെവി എക്സ്കവേറ്റർ 24 hours വെച്ചിട്ടാണ് ഈ വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. 2960 മീറ്ററാണ് നമുക്ക് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് കൂടി നമ്മളെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 3000 മീറ്ററോളമായി, അതായത് 2960 പ്ലസ് ഒരു 40 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ 40 മീറ്ററോളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഡേ നൈറ്റ് വർക്ക് നടക്കുന്ന പോർട്ടിലെ എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാം. കാരണം നമ്മൾ ആദ്യം മുതലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ഫേസിൻ്റെ ബ്രേക്ക് വാട്ടറായാലും ബെർത്തായാലും യാർഡ് സെക്ഷനായാലും ഈ ക്രെയിനുകൾ കൊണ്ടുവരുന്ന വിഷ്വൽ ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റിന് വേണ്ടിയുള്ള മാത്രമായിട്ടുള്ള ചാനൽ തന്നെയാണിത്. അപ്പോൾ വേറെ ഒരു പ്രോഗ്രസ് ഇതില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ആ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും യാതൊരുവിധ ലാഗുമില്ല. വളരെ ഫാസ്റ്റായിട്ട് ഡേ നൈറ്റ് വർക്ക് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ സ്റ്റോൺ നീക്കി ഇടുന്ന വർക്കുകളാണ് ഇപ്പോൾ വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇന്ന് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലുണ്ടോ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെമ്പററി ഷെൽട്ടറൊക്കെ ആയിട്ടുണ്ട്. കടലിൻ്റെ നടുക്കാണ് ഈ ടെമ്പററി ഷെൽട്ടർ ഈ പോർഷനിലൊക്കെ ആയിട്ടുള്ളത്. വർക്ക് സ്റ്റാഫുകളുണ്ട്. ലോറികൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഹെവി സ്റ്റോണുമായിട്ട് ഒരു വലിയൊരു ഹെവി എക്സ്കവേറ്ററും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ടോ.
ലോറികൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നു. ഇവിടെ ഈ പോർഷനിലാണ് തിരിഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും തിരിഞ്ഞു വരേണ്ട സ്ഥലമുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 10 മീറ്ററോളം വീതി ഈ പറയുന്ന കോൺക്രീറ്റ് ചെയ്ത പോർഷനിലുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. ഇവിടെ അതിൽ കൂടുതൽ കാണും, കാരണം ലോറികൾക്ക് സുഖമായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടി ഇങ്ങനെയാണ് തിരിഞ്ഞു വരുന്നത്. ധാരാളം സെക്യൂരിറ്റി സ്റ്റാഫുണ്ട്, ഈ പറയുന്ന ധാരാളം ലോറികളുണ്ട്. ഇനി മറൈൻ ഡംപിങ് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഹെവി സ്റ്റോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇവിടെ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഡോൾഫിൻ 39 എന്നൊരു ടാഗ് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. വളരെ ചെറിയ ടാഗായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കണ്ടോ, ഇത് വളരെ ദൂരം വന്നിട്ടാണ് എനിക്ക് തോന്നുന്നു പോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ആണെന്ന് തോന്നുന്നു. ഇതാ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. പോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫ് കാണും, ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ളിൽ കാണും. ഉണ്ടോ, അത് അവരിങ്ങനെ എല്ലാ സെക്യൂരിറ്റി കൺട്രോളാണോ നോക്കാൻ വേണ്ടി ഒരു റൊട്ടീൻ ചെക്കായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ ഭാഗത്ത് കാണാനായി സാധിക്കുന്നതാണ്. അത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പല ഭാഗവും നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ സ്റ്റോണിട്ട് ഫില്ല് ചെയ്തതാണ്. ഇനി കോൺക്രീറ്റ് ചെയ്ത പോർഷൻ ഉടൻ തന്നെ വരും, അത് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ലോറി ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ആക്രോപോഡ് കുറച്ച് ഭാഗത്ത് ആക്രോപോഡ് നേരത്തെ തന്നെ ഫില്ല് ചെയ്തതാണ്. മുന്നോട്ട് പോകുന്നു. ലോറിയിലെ സ്റ്റോൺ പിന്നെയും അടുത്തും വരുന്നുണ്ട്. ധാരാളം സ്റ്റോണുകളാണ് ഡേ നൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്തല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ 2800 മീറ്ററിലാണ് നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റ് റോഡ് വരെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 160 മീറ്ററോളം നിലവിൽ നേരത്തെ സ്റ്റോൺ മാത്രമാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്, കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. 2800 മീറ്റർ വരെയാണ് ഈ പറയുന്ന കോൺക്രീറ്റ് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്ത് ലോറികൾക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന അവസ്ഥയിൽ നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സൂം ഔട്ട് ചെയ്ത് അപ്പോൾ എത്രത്തോളമാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിൽ കണ്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഉടൻ തന്നെ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻട്രൽ ഹബ് ഉപയോഗിച്ചിട്ടുള്ള മെഷർമെൻറ്റ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നറിയാം. ഓരോ ആഴ്ചയിലും നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് ബ്രേക്ക് വാട്ടർ ആയതും വലിയ വ്യത്യാസം നമുക്ക് എളുപ്പം തോന്നില്ല. കാരണം നമുക്കറിയാം വലിയൊരു ആഴക്കടൽ പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്. അപ്പോൾ വളരെ വളരെ വലിയ വ്യത്യാസം ഉടനെ നമുക്ക് അറിയാനായി സാധിക്കില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറൈൻ ഡംപിങ് നടക്കുന്നു. നേരത്തെ നമ്മൾ സ്റ്റോൺ ലോറിയിലേക്ക് കൊണ്ട് ഡംപ് ചെയ്യുന്നെങ്കിൽ അതുപോലെ തന്നെ കടലിൽ മറൈൻ ഡംപിങ് നടക്കുന്നതിന് വേണ്ടിയുള്ള പൊസിഷൻ ബാർജാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. വലിയൊരു ബാർജാണിത്. അതിപ്പോൾ ഈ പറയുന്ന ടൈ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കേട്ടോ, ആംഗിളിൽ ടൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് പൊസിഷൻ ബാർജ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പൊസിഷൻ ബാർജ് വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയാണുള്ളത്, 1 കിലോമീറ്ററോളം ഏതായാലും ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പൊസിഷൻ ബാർജ് എന്ന് പറയുന്നത്. ഈ പൊസിഷൻ്റെ അടുത്താണ്, ഇതേ പൊസിഷൻ നോക്കിയിട്ടാണ് ബാർജ് ഈ സൈഡിലോട്ട് ചേർത്ത്, ഇതിൻ്റെ മുന്നിലല്ല സൈഡിലോട്ട് ചേർത്തിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിലോ അതിൻ്റെ മുന്നിലെ വീഡിയോയിലോ നമ്മുടെ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലെ സ്റ്റോണുമായിട്ട് വന്ന് ഈ പറയുന്ന ഡംപ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പൊസിഷനിലേക്ക് ഹെവി സ്റ്റോണ് പോകുന്നതിന് വേണ്ടിയാണ് ഈ ബാർജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടലിൻ്റെ ഏറ്റവും അടിയിൽ നമ്മുടെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് 125 മീറ്ററും ഏറ്റവും മുകളിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഹൈറ്റ് 8 മീറ്ററും പിന്നെ റോഡിൻ്റെ വീതി 10 മീറ്ററുമാണ് നിലവിൽ നമുക്ക് അറിയാനായി സാധിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടിൽ ബെർത്തിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു മെഷീൻസ് കൂടി സ്ഥാപിച്ചിരിക്കുന്നു. കടലിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. അതായത് ഒരു ബാർജ് പോലെ തന്നെ നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാനായി സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 പില്ലേഴ്സിലാണ് അല്ലെങ്കിൽ 4 ജാക്ക് പോലുള്ള സെറ്റപ്പിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ഇതിനെ JUB ബാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാക്കപ്പ് ബാർജ് എന്നാണ് പറയുന്നത്. ഉള്ളിലെ ആളുമുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. എല്ലാ ഫെസിലിറ്റീസുമുണ്ട്. ഇത് ബെർത്ത് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് ബാർജ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേബിളായിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, സോയിൽ ടെസ്റ്റ് ആവട്ടെ, കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിയിലുള്ള ഡ്രില്ലിങ്, ഇതെല്ലാം നടക്കുന്നത് ഈ ബാർജിൽ വെച്ച് വളരെ സ്റ്റേബിളായിട്ട് ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ജേക്കബ് ബാർജ് ഇവിടെ ഉള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കും. ബെർത്ത് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും ഈ ബാർജ് വരെ ഏകദേശം 1000 മീറ്റർ ഉണ്ട്. 1000 മീറ്ററിൻ്റെ എൻഡ് പോർഷനിലാണ് നിലവിൽ ഈ പറയുന്ന JUB ബാർജ് അല്ലെങ്കിൽ ജേക്കബ് ബാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് ഇതുപോലുള്ള ബാർജുകൾ ധാരാളമുണ്ട്. ആ സോയിൽ എടുക്കുന്നതിന് വേണ്ടി സ്റ്റേബിളായിട്ട് സോയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും അതിനുവേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നതിനും ഇതുപോലുള്ള ധാരാളം ബാർജുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും
ആദ്യമായിട്ടാണ് നമ്മുടെ പോർട്ടിൽ ഇത് കാണാനായി സാധിക്കുന്നത്. ഏറ്റവും മുകളിൽ നമുക്ക് ചെറിയ ചുവന്ന ഇൻഡിക്കേഷൻ ഉണ്ട്. മീൻസ് രാത്രി കാലങ്ങളിൽ ഈ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യും. അതിനാൽ ദൂരെ നിന്ന് കപ്പൽ വരുമ്പോഴോ ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ബാർജ് ഇവിടെ ഉള്ളതായിട്ട് അറിയാനായി സാധിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാഫുകളുണ്ട്. ഇത് നമുക്ക് സ്റ്റാഫുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതാണ് നമുക്ക് നമ്മുടെ പോർട്ടിൽ ഒരു വ്യത്യസ്തമായി ആദ്യമായി നമ്മൾ കണ്ടത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കുകയുണ്ടായി. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ലാഡർ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അതായത് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതായിരിക്കും സത്യം. അതിനാണ് ഈ JUB ബാർജ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ അറിവുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ, കാരണം ധാരാളം പോർട്ടുമായി റിലേറ്റ് ചെയ്തവരും ഈ പറയുന്ന ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് ധാരാളം പേര് നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവാം. അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും ഈ JUB ബാർജ് എന്താണെന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് അയക്കുക. ഇതിപ്പോൾ നമ്മുടെ പോർട്ടിൽ ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസ് തന്നെയാണ്. ചിലപ്പോൾ സോയിൽ ടെസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പൈലിങ്ങിന് ഉപയോഗിക്കും. ധാരാളം വർക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും. അതിന് സ്റ്റെബിലിറ്റിയോടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു JUB ബാർജ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് 4 ഈ പറഞ്ഞ പില്ലേഴ്സ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണ്ടോ. തിരമാലയെല്ലാം അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ തിരമാല ഇതിനകത്തില്ല, കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലായതിനാൽ നമ്മൾ പുറത്ത് ഉള്ള കടലിലെ തിരമാല ഇവിടെ വരില്ല. പക്ഷെ നല്ല ആഴത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20 മീറ്ററിന് മുകളിൽ 22 മീറ്ററോളം ആഴം ആ പ്ലേസിലുണ്ട്. അത്രയും മീറ്ററിലാണ്, ഹൈറ്റിലാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാറ്റ്ഫോം ഏകദേശം 25 മീറ്ററിന് മുകളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് നമ്മൾ ഈ കാണുന്ന പോർട്ടിലെ മെയിൻ വർക്ക് ഈ പോർഷനിൽ നിന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. ഇതാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം. നമ്മളിപ്പോൾ കണ്ട വർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ ഹാർബറിൻ്റെയും പോർട്ടിൻ്റെയും ഇടയ്ക്ക് ഏകദേശം 350 മീറ്റർ സ്പേസാണ്. കറക്റ്റ് നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 350-400 മീറ്റർ ഇല്ല എന്ന് തന്നെ പറയാം. 350 മീറ്ററുള്ള ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ ഈ വെള്ളമൊക്കെ പാർക്ക് ചെയ്യുന്ന ഈ പ്ലേസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കടൽ തന്നെയായിരുന്നു. ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് ഫസ്റ്റ് ഫേസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഫെസിലിറ്റീസും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ടെർമിനൽ 1-ൽ ഒരു ചെറിയ ഫീഡർ വെസലുള്ളതായിട്ട് കാണാനായി സാധിക്കും. അതുമാത്രമല്ല ഡോൾഫിൻ ചഗ്ഗുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടെർമിനൽ 2 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പൊസിഷനിൽ. ഇപ്പോൾ ടെർമിനൽ 1-ഉം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അതുമാത്രമല്ല ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജുകൾ ധാരാളമായി ഉണ്ട്. കാരണം മറൈൻ ഡംപിങ് ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ലോറികളിലെ ഡംപിങ് ആണെങ്കിൽ മറൈൻ ഡംപിങ്ങിന് വേണ്ടിയുള്ള സ്റ്റോണുകൾ ഇതുവഴിയാണ് ഈ പറയുന്ന ലോറികളിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബാർജ് കാണാൻ സാധിക്കണ്ടോ. ഇതും സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്, ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്. പല പല മോഡലിലുള്ള സ്പ്ലിറ്റ് ബാർജുകളും ഇഞ്ചിൻലെസ് ബാർജുകളും നമ്മുടെ പോർട്ടിലുണ്ട്. 4-5 തരത്തിലുള്ള ബാർജുകളുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് കടലിലൂടെ മറൈൻ ഡംപിങ്ങും കരയിലൂടെ ലോറികളിലെ ഡംപിങ്ങും നടത്തി നമ്മുടെ ബ്രേക്ക് വാട്ടറിൽ ലെന്ത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ യാർഡിൻ്റെ കുറേ പോർഷൻസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാനായി സാധിക്കും. ഉണ്ടോ, യാർഡിൻ്റെ പോർഷൻ കാണാനായി സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്ന PO ബിൽഡിംഗ്, പോർട്ട് ഓഫീസ് ബിൽഡിംഗ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല വളരെ ദൂരെയായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ സ്റ്റോർ ചെയ്തിട്ടുള്ള യാർഡും നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തരം തിരിച്ചുള്ള സ്റ്റോണുകളാണ് ഇവിടെ ഉള്ളത്. കാരണം ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. കാരണം ബ്രേക്ക് വാട്ടറിന് ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം യാർഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും അത് ഉൾപ്പെടെയാണ് നമ്മൾ കാണിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡേ നൈറ്റ് ആണ്. യാർഡിന് മാത്രമല്ല, ഈ ബ്രേക്ക് വാട്ടറിന് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന പിന്നെ ബെർത്തിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്, ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്, യാർഡ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്കും നിലവിൽ സ്റ്റോൺ ലോറികളിലേക്ക് പോകുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ യാർഡിൽ തന്നെയാണ് പോകുന്നതനുസരിച്ച് 100 കണക്കിന് ലോഡുകൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രെയിന് നമുക്ക് കാണാൻ സാധിക്കും. റേസ് ട്രാക്ടർ ക്രെയിനുകളാണെന്നാണ് പറയുന്നത്. എനിക്ക് 4-5 ക്രെയിനുകളുണ്ട്. ഈ ക്രെയിന് വന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു വ്യത്യസ്തമായ ക്രെയിൻ എത്തിയിട്ടുണ്ടെന്ന്. ഇത് നമ്മൾ ഇത് നമ്മളെ MD കണ്ടെയ്നേഴ്സ് അല്ല, നമ്മുടെ ബെർത്തിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. ബെർത്തിൻ്റെ ഉള്ളിൽ ബെർത്തല്ല, യാർഡിൻ്റെ ഉള്ളിലല്ല വെക്കുന്നത്, യാർഡിൻ്റെ പുറത്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ MD കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിനും വ്യത്യസ്തമായ കണ്ടെയ്നർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതിനും വേണ്ടിയാണ്
ഈ പറയുന്ന റീച്ച് ട്രാക്ടർ ക്രെയിനുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബൂം ഏകദേശം ഒരു 5-6 കണ്ടെയ്നർ ഹൈറ്റ് വരെ പോകും. കാണാത്തവരുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീച്ച് ട്രാക്ടർ ക്രെയിനുകളുടെ വർക്കിംഗ് രീതികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ POV ബിൽഡിംഗ് എന്ന് പറയും, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നമ്മൾ ധാരാളം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുന്നിട്ടാണ് നമ്മുടെ ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളും നമ്മുടെ STS ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. എല്ലാം നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഇരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത വർക്ക് അപ്ഡേഷൻസ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.